യാതൊരുവിധ സേവനവും കൊടുക്കാതെ വലിയ തുക അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്ത് പ്രതിഷേധം പാടില്ല, തെരുവിൽ പ്രതിഷേധം പാടില്ല, നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കാൻ പാടില്ല. അപ്പം പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അവകാശങ്ങളെയും റോട്ടിൽ അടിച്ചമർത്തുകയും നിയമസഭയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യാം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിയമസഭാ നടപടികൾ പൂർണ്ണമായി ഇന്ന് ബഹിഷ്കരിച്ചത്. ഗുരുതരമായ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ മറുപടിയുള്ള ദിവസം ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി ഒരക്ഷരവും പറയാതെ രണ്ട് കൈയും പൊക്കിപ്പിടിച്ച് ആ രണ്ട് കൈയും പരിശുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർത്തിയെ സംബന്ധിച്ച പ്രഭാഷണങ്ങളാണ്. ആർത്തി പാടില്ല, ആർത്തിയാണ് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നത്, മനസമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല തുടങ്ങിയ ആർത്തി പ്രഭാഷണത്തിന്റെ പരമ്പരയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കാണുന്നില്ല, മുഖ്യമന്ത്രി ഒളിച്ചുപോയിരിക്കുന്നു. ഇതെന്റെ വാക്കുകളല്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ്. കുറച്ചു കാലങ്ങളായി മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അദ്ദേഹം ഒളിച്ചു പോകത്തക്ക രീതിയിലുള്ള വിഷയം എന്തായിരുന്നു എന്ന് പിടികിട്ടുന്നില്ല എന്ന് തന്നെയാണ് സതീശൻ വ്യക്തമാക്കിയത്. കുറച്ചു നാളുകളായി അദ്ദേഹം നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും വളരെ താത്വികമായി തന്നെ സംസാരിക്കുന്നു. ഒരുപക്ഷെ CPM-ന്റെ താത്വിക ആചാര്യന്മാരെ കടത്തിവെട്ടുന്ന വിധത്തിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അത്തരത്തിലുള്ള പ്രസംഗം. ഭാരതത്തിന്റെ ആധ്യാത്മിക ആചാര്യന്മാരെ പോലും കവച്ചു വയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ആത്മീയ പ്രഭാഷണത്തിന് സമാനമായ വർത്തമാനം എന്ന് തന്നെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. കുറച്ചു നാളുകളായി മുഖ്യമന്ത്രി ആർത്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് ആർത്തി പിടിപെട്ട് കഴിഞ്ഞാൽ, അവന്റെ മനസ്സിലേക്ക് ആർത്തി എന്ന വികാരം ചേക്കേറി കഴിഞ്ഞാൽ അവൻ എന്ത് തന്നെ ചെയ്യില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആർത്തി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി പലതും വെട്ടിപ്പിടിക്കാനുള്ള ഒരു ത്വരയുണ്ടാവുന്നു. ഈ ത്വരയിൽ നിന്നും അവൻ അസാൻമാർഗികമായ മറ്റു പല പ്രവൃത്തികളിലേക്കും കടന്നു കയറുന്നു. ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നു. അവിടെ അഴിമതി നടക്കും. ഇതൊക്കെയാണ് കുറെ കാലങ്ങളായി മുഖ്യമന്ത്രി പറയുന്നത്. എന്നാൽ ആർത്തി ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം മനസമാധാനമായി കിടന്നുറങ്ങാൻ സാധിക്കും. മനസമാധാനമാണ് എല്ലാത്തിലും വലുത്. ഇതാണ് മുഖ്യമന്ത്രി കുറച്ച് നാളുകളായി നിയമസഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ കുറച്ചു നാളുകളായി പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് കാണാതായിരിക്കുന്നത്. അദ്ദേഹം ഒളിച്ചു പോയോ എന്നാണ് എന്റെ സംശയം എന്ന് വി.ഡി. സതീശൻ പങ്കുവയ്ക്കുന്നു. കാരണം ഇന്ന് അദ്ദേഹം നിയമസഭയിലും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ തുടർന്ന് നന്ദിപ്രമേയ ചർച്ച നിയമസഭയിൽ നടക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി എത്തിയിട്ടില്ല, അദ്ദേഹം ഒളിച്ചു പോയിരിക്കുന്നു എന്നാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ ആരോപണമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചത്. കുറച്ചു കാലങ്ങളായി അദ്ദേഹം ഇത്തരത്തിൽ ഒരു താത്വിക ആചാര്യനെ പോലെ സംസാരിക്കുന്നു, ഒരു സന്യാസിയെ പോലെ സംസാരിക്കുന്നു. കോവിഡ് കാലത്ത് സർക്കാരിന്റെ ഒരു പരസ്യമുണ്ടായിരുന്നു, കൈകൾ കഴിയുന്നത്ര രീതിയിൽ നിങ്ങൾ ശുദ്ധിയാക്കി വെക്കുക, കൈയും മുഖവും എപ്പോഴും സോപ്പിട്ട വെള്ളം ഉപയോഗിച്ച് കഴുകി അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി വെക്കുക, നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം, വൃത്തിയായിരിക്കണം. ഇതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈ ഉയർത്തി കാണിക്കുന്നു. കൈകൾ ശുദ്ധിയാക്കി വയ്ക്കുന്നതിന്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് വീണ്ടും മുഖ്യമന്ത്രി ഇപ്പോൾ പറയുമ്പോൾ ഇനി കോവിഡ് വരുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് സംശയം എന്നാണ് വി.ഡി. സതീശന്റെ വാക്കുകളിൽ അന്തർലീനമായിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരളത്തെ മുഖ്യമന്ത്രിയും കൂട്ടരും കട്ടുമുടിക്കുന്നു. CMRL എന്ന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ തന്റെ കമ്പനിക്ക് വേണ്ടി, എക്സാലോജിക് എന്ന കമ്പനിക്ക് വേണ്ടി 1,72,00,000 രൂപ കൈപ്പറ്റി എന്ന CMRL-ന്റെ വക്താക്കൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ഉത്തരവിൽ ഇത് പറഞ്ഞിട്ടുമുണ്ട്. CMRL എന്ന കരിമണൽ ഖനന കമ്പനിയുടെ വരവ് ചിലവ് കണക്കുകൾ ആദായ നികുതി വകുപ്പിൽ കിട്ടുകയും പല ആളുകൾക്കും അവിടെ നിന്ന് പണം പോയിട്ടുണ്ട് എന്നുള്ള ചിലവുകൾ അവർ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയും വെച്ചിരിക്കുന്നു. ഇത് ആദായ നികുതി വകുപ്പിന്റെ മേശപ്പുറത്തുണ്ട്. ഇത്തരം അന്വേഷണങ്ങളെ കുറിച്ച് സമഗ്രമായ പഠനങ്ങൾക്ക് ശേഷം തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഇത്തരം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. എന്നാൽ CMRL-ന്റെ ഓഫീസിലെ അക്കൗണ്ടന്റ് ഡയറിയിൽ PV, OC മുതലായ ആളുകൾക്ക് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ
മേലാളന്മാർക്ക് പണം നൽകിയതായി CMRLന്റെ അക്കൗണ്ട് ബുക്കിൽ കാണുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ CMRL ഇതുപോലെ പണമായി കൊടുത്തിരിക്കുന്നത്, കൈക്കൂലിയായി കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ CMRL സൂക്ഷിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയുമെല്ലാം ഈ പട്ടികയിൽ വരുന്നുണ്ടോ എന്നുള്ളതിനാൽ തന്നെ VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഈ വിഷയത്തിലുള്ള പ്രതിഷേധം വളരെ വിരളമായിരുന്നു, അല്ലെങ്കിൽ തുലവും ബലഹീനമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കും വരുന്ന ഈ സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്പീക്കർക്ക് നൽകിയ കത്ത് നിഷേധിച്ചിരിക്കുന്നു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനാൽ പ്രതിപക്ഷവും വാക്കൌട്ട് നടത്തി നിയമസഭയ്ക്ക് പുറത്തേക്ക് വരുന്നു. കേരളം കൊള്ളയടിച്ച PV എന്ന് എഴുതിയ ബാനർ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ സഭയ്ക്ക് പുറത്തേക്ക് വന്നത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ VD സതീശൻ വളരെ വാചാലനായി തന്നെ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതിയെക്കുറിച്ചും സംസാരിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നിന്ന് എത്ര കണ്ട് എവിടെ പോയി ഒളിച്ചാലും, കടുകിനുള്ളിൽ പോയി ഒളിച്ചാലും ഈ വിഷയം കൃത്യമായി തന്നെ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിച്ചിരിക്കും എന്ന് തന്നെയാണ് VD സതീശൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ മാസപ്പടി വിവാദം കത്തി നിന്നിരുന്ന അവസരങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് നിയമസഭയിൽ കാര്യമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉയർന്നിരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ള ആളുകൾ അഭിപ്രായം പറയുന്നത്. നിയമസഭയിൽ ഈ വിഷയം എപ്പോഴും ഉയർത്തിക്കാണിച്ച് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും അവർ നടത്തിയ അഴിമതിക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് എപ്പോഴും സംസാരിച്ചത് പ്രതിപക്ഷ നിരയിലുള്ള കോൺഗ്രസ് MLA ആയ മാത്യു കുഴൽനാടനായിരുന്നു. അപ്പോൾ പോലും പ്രതിപക്ഷ നേതാവ് മൗനമായിരുന്നു എന്നുള്ള ചില നിരീക്ഷണങ്ങൾ കൂടി രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്, രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതെന്ത് തന്നെയായാലും ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും എതിരെ അതിനിശിതമായ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് VD സതീശൻ ഇപ്പോൾ നിയമസഭയിൽ നിന്നും വാക്കൌട്ട് നടത്തി പുറത്തു വന്നിരിക്കുന്നത്. പുറത്തെത്തിയ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി സന്യാസി വര്യന്മാരെ പോലെ സംസാരിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നാവിൽ നിന്നും ആധ്യാത്മികപരമായ അല്ലെങ്കിൽ തത്വചിന്താപരമായ വാക്കുകൾ കേൾക്കുന്നത് വളരെ വിചിത്രമായി തോന്നി എന്ന അർത്ഥത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ആർത്തിയെക്കുറിച്ചും കൈകൾ ശുദ്ധമാണ്, മനസമാധാനമാണ് ഏറ്റവും വലുത് എന്നൊക്കെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രഭാഷണത്തെക്കുറിച്ചും VD സതീശൻ വളരെ ഭംഗിയായി തന്നെ പരിഹാസദ്യോതകമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജിക്കിനും എതിരെ നടത്തിയ പരാമർശങ്ങൾ, VD സതീശൻ നടത്തിയ പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഒന്ന് കാണാം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരായും മുഖ്യമന്ത്രിക്കെതിരായും സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ ആരോപണങ്ങൾ വന്നിരിക്കുകയാണ്, ഫൈൻഡിങ് വന്നിരിക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രൂപീകൃതമായ ഇൻകം ടാക്സ് ഇൻറ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ തീരുമാനവും അതിനെ തുടർന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനി ആക്ട് പ്രകാരം നടത്തിയ അന്വേഷണത്തിലും വളരെ ഗൗരവതരമായ ക്രമക്കേടുകൾ ഈ കമ്പനി നടത്തിയതായി പറയുന്നുണ്ട്. യാതൊരുവിധ സേവനവും കൊടുക്കാതെ വലിയ തുക അവരുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഇതുകൊണ്ടാണ്, ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ്, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം കൊടുത്തത് എന്നാണ് ഫൈൻഡിങ്. ഇതിനെക്കുറിച്ച് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങൾ തന്നെയുള്ള കമ്പനി ആക്ടിൻ്റെ ഭാഗമായി തന്നെയുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. ഇപ്പോൾ ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും സംബന്ധിച്ച് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി സത്യത്തിൽ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട അന്വേഷണം അദ്ദേഹത്തിനെതിരായി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഞങ്ങൾ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ഒളിച്ചോടുകയാണ് ഉണ്ടായത്. നിയമസഭയിൽ പോലും ഇന്ന് വന്നില്ല. മാത്രമല്ല, ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവ്വമായിട്ടാണ് അവരാണ് ബഹളം ഉണ്ടാക്കിയത്. സത്യത്തിൽ ഇന്നത്തെ സഭാ നടപടികളെ തടസ്സപ്പെടുത്തിയത് ഭരണപക്ഷമാണ്. കാരണം മുഖ്യമന്ത്രിക്കെതിരായി ഒരു വാക്കുപോലും പറയാൻ പാടില്ല, മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്ത് പ്രതിഷേധം പാടില്ല, തെരുവിൽ പ്രതിഷേധം പാടില്ല, നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കാൻ പാടില്ല. അപ്പം പ്രതിപക്ഷത്തിൻ്റെ എല്ലാ അവകാശങ്ങളെയും റോട്ടിൽ അടിച്ചമർത്തുകയും
നിയമസഭയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യാം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിയമസഭാ നടപടികൾ ഞങ്ങൾ പൂർണ്ണമായി ഇന്ന് ബഹിഷ്കരിച്ചത്. ഗുരുതരമായ ഈ ആരോപണങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ മറുപടിയുള്ള ദിവസം ഞാൻ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രി ഒരക്ഷരവും പറയാതെ രണ്ട് കൈയും പൊക്കിപ്പിടിച്ച് ആ രണ്ട് കൈയും പരിശുദ്ധമാണ് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർത്തിയെ സംബന്ധിച്ച പ്രഭാഷണങ്ങളാണ്. ആർത്തി പാടില്ല, ആർത്തിയാണ് നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നത്, മനസമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല തുടങ്ങിയ ആർത്തി പ്രഭാഷണത്തിന്റെ പരമ്പരയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ കുറേ ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിയമസഭയിൽ ആദ്യം ഈ ആരോപണം ശ്രീ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചപ്പോൾ അന്ന് മറുപടി പറഞ്ഞത് ഒരു രേഖയും ഹാജരാക്കാൻ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അനുവദിച്ചില്ലെന്നാണ്. ഇപ്പൊ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറയുന്നു എല്ലാ അവസരം കൊടുത്തിട്ടും ഇവർ ഒരു രേഖയും ഹാജരാക്കിയില്ല, കാരണം ഇവരുടെ കയ്യിൽ ഒരു രേഖയും ഇല്ല. അപ്പൊ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് ഞങ്ങൾ വ്യക്തമായ തെളിവുകളോടുകൂടി ഈ രണ്ട് ഫൈൻഡിങ്ങും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് കൈയും പൊക്കി രണ്ട് കൈയും പരിശുദ്ധമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. വലിയ ഈ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വലിയ അഴിമതിയാണ്. ഈ അഴിമതി അന്വേഷണത്തിൽ ഗൗരവതരമായ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രി ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല, അദ്ദേഹം രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട്.